ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വീക്ക്ലി വൺസെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാണ് കഴിച്ചിരിക്കുന്നത്. ബട്ട് സമയമില്ല, മടിയൊക്കെ കൊണ്ട് ഞാൻ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകായിരുന്നു. ബട്ട് ഇപ്രാവശ്യം മറ്റേ അശ്വിൻ്റെയും ഹൻസക്കയുടെയും ആ ഒരു ന്യൂഡിൽസിൻ്റെ മാഗിയുടെ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഐറ്റമാണ് കേട്ടോ. പിന്നെ അതുമല്ല, ഈ നൈറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റീലോ ഷോർട്സോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ അത് കഴിക്കാൻ തോന്നുന്നു, ഇത് കഴിക്കാൻ തോന്നുന്ന ആ ഒരു വൈബ് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തോന്നി, പെട്ടെന്നൊരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ സത്യത്തിൽ ഇത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ നോർമൽ ഇപ്പി മാഗിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ നോർമലി എല്ലാവരും ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കാം. ബട്ട് ഞാൻ ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഈ ഉള്ളി മുളകൊക്കെ അതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ട് ഒക്കെ ഇടുന്നത്. പണ്ട് കുഞ്ഞിലെ ഉമ്മ ഈ മാഗി ഇപ്പിയൊക്കെ ഉണ്ടാക്കി തരുന്ന ടൈമുണ്ടല്ലോ, അപ്പോൾ ഈ ഉമ്മ ക്യാരറ്റ് ബീൻസ് അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരുമല്ലോ. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു കേസ്. ഞാൻ ഈ ക്യാരറ്റും ബീൻസൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് യുപ്പിയോ നൂഡിൽസ് മാത്രം ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ടായിരിക്കാം ഗൈസ് ഇപ്പോൾ എനിക്കിതൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അപ്പം ഭയങ്കര ആവശ്യത്തിന് ഒരു 2-3 മുളകൊക്കെ എടുത്തെങ്കിലും ഈ അരിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ അത്യാവശ്യം നല്ല എരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും ഞാൻ ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അല്ല സോറി ഫുൾ പോർഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വെച്ച് ഹാഫ് മാത്രം മതിയെന്ന്. പിന്നെ നമ്മൾ ഫുൾ പോർഷൻ എടുത്തു കേട്ടോ. കാരണം നമ്മൾ രണ്ട് ബോക്സ് ഇടുന്നുണ്ടായിരുന്നു മാഗി. അപ്പം അത് ചെയ്യണമല്ലോ. അങ്ങനെ അതെടുത്ത് അപ്പോഴത്തേക്കും കുറച്ച് കരയേണ്ടിയൊക്കെ വന്നു കഴിച്ചു എനിക്ക്. കാരണം കുറേ നാളായി തോന്നുന്നു ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എനിക്ക് ആ ഒരു സംഭവം വന്നു. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ എന്താ, നമ്മൾ പാൻ എടുക്കുക, ഉള്ളി ഇടുക, ആ മുളകിടുക, കുറച്ച് എണ്ണ ഒഴിക്കുക, ഫുൾ നന്നായിട്ട് നമുക്ക് ഭയങ്കര ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഇരിക്കണ്ട കേട്ടോ. ഒരു നൈസ് ഒക്കെ ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്താ കുറച്ച് വെള്ളം, ആ നമ്മളെ മാഗിക്ക് പറ്റിയ വെള്ളം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ സംഭവം ഇട്ട് കൊടുക്കുക. അതിനകത്ത് തന്നെയുള്ള സീസണിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനകത്ത് അവർ മാഗി വെച്ചാണ് ചെയ്യുന്നത്. സോ ഇത്രയും കളറില്ലായിരുന്നു. ബട്ട് നമ്മൾ ഇപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ വന്നത്. അറിയാമല്ലോ, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഇത് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല വൈബായിട്ട് കിട്ടും. പിന്നെ കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കുക്ക് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ കുറേ പാത്രങ്ങൾ നമ്മൾ എടുക്കും, അതെല്ലാം ബാക്കി ഇടും. അപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉമ്മ ഇങ്ങനെ വന്നിട്ട് പറയും കേട്ടോ, പിന്നെ ഈ കയറുന്നൊക്കെ കൊള്ളാം, ഇതെല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാനെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈം, ഇതിങ്ങനെ കുക്കാവുന്ന ടൈം കൊണ്ട് എല്ലാം അത്യാവശ്യം എല്ലാം ക്ലീൻ ആക്കാനും കൂടെ നോക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര അലമ്പാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ്, ആ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് സംഭവം കുക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഈ ലൂസായിട്ട് നല്ല വൈബായിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നാലല്ലേ ആ കഴിക്കുമ്പോഴുള്ളൊരു അല്ല സൂപ്പ് വൈബ് കിട്ടും. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ നോർമൽ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഭയങ്കര വേറൊരു സ്മെല്ല്. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊതിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ആ ഒരു മുളകിൻ്റെയും ആ ഒരു ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ്. ഇനി നമുക്ക് എന്തായാലും മാഗിയിലും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ കറക്റ്റ് ഹൻസ കൃഷ്ണയുടെയും അശ്വിൻ്റെയും ആ ഒരു കുക്കിംഗ് വൈബ് എടുത്തോളൂ കേട്ടോ. അപ്പം എന്തായാലും അടിപൊളി സാധനം. ഇനി ബാക്കി ഉമ്മാക്കും കൂടെ കൊടുത്ത് പാപ്പം കൂടെ കൊടുത്ത് എല്ലാം കൊടുത്തൊന്ന് സെറ്റാക്കി നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.